മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മിയെ കരുണ മനഃപൂർവ്വം തന്നെ അപമാനിക്കുന്നുണ്ട്. കണ്ണേട്ടൻ്റെ വിയർപ്പ് കൊണ്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ടല്ലേടി നീ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തത്, അതുപോലെ തന്നെ നീ കണ്ണേട്ടനെ വഞ്ചിച്ചെടുത്ത സ്വത്തല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ എന്നൊക്കെ ചോദിച്ച് നല്ലോണം ആക്ഷേപിക്കുമ്പം ഈ മഹാലക്ഷ്മിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മഹാലക്ഷ്മിക്ക് ശരിക്കും കരുണയോട് പറയാനൊക്കെ തോന്നുന്നുണ്ട്. കണ്ണേട്ടൻ്റെ സ്വത്ത് എനിക്ക് അവകാശപ്പെട്ടതാടി, എൻ്റെ ഭർത്താവ് അത് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാന്നൊക്കെ പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ടും ഇവരെല്ലാം മറച്ചു വയ്ക്കുന്നത് കൊണ്ടും മഹാലക്ഷ്മി അതൊന്നും തന്നെ പറയണില്ല. എന്നിട്ട് മഹാലക്ഷ്മി ഇവരുടെ സംസാരം നിർത്താൻ വേണ്ടിയിട്ട് പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, പൂജയും മന്ത്രവാദമൊക്കെ കഴിഞ്ഞ പിന്നെ എങ്ങനെയുണ്ട്, കണ്ണേട്ടൻ്റെ അച്ഛനിപ്പോൾ ശല്യം ചെയ്യാൻ വരാറുണ്ടോയെന്ന്. അത് കേട്ടതും പ്രതാപനാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. തൽക്കാലം പ്രതാപൻ കരുണേനെയൊക്കെ കണ്ട സന്തോഷത്തിൽ ഈ പ്രേതത്തിൻ്റെ കാര്യം മറന്നിരിക്കുകയായിരുന്നു. എന്തായാലും കുറേ ദിവസങ്ങളായിട്ട് തന്നെ പ്രതാപന് ഉറക്കമൊന്നുമില്ലാണ്ട് തന്നെ ഇരിക്കുകയാണല്ലോ. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, നീയല്ലേടി ആ പൂജ മുടക്കിച്ചെന്ന് ചോദിക്കുമ്പം അതെ ഞാൻ തന്നെയാണ്, നിങ്ങളങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. എന്തായാലും കണ്ണേട്ടൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയത് നിങ്ങളല്ലേ, അപ്പം നിങ്ങളെ തന്നെ അച്ഛൻ ശല്യം ചെയ്തുകൊണ്ടിരിക്കും, അതിനൊരു മാറ്റവും വരില്ല, നിങ്ങളിനി ഭയന്ന് തന്നെ ജീവിക്കുള്ളൂ. ഒരു ജീവനെടുത്ത നിങ്ങളങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണ്ടെന്ന് കരുതി തന്നെയാണ് മാർക്കോയെ വിട്ട് ഞാൻ ആ പൂജ മുടക്കിയതെന്ന്. അത് കേട്ടതും കരുണ പറയുന്നുണ്ട്, നീ ആ പൂജ മുടക്കിയെന്ന് കരുതി ഇനിയും ഞങ്ങൾ പൂജ നടത്തൂടി, എന്തായാലും ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ ഞങ്ങൾ ആവാഹിച്ച് കടലിൽ ഒഴുക്കും, അതിന് കണ്ണേട്ടനും സമ്മതം, പിന്നെ നിനക്ക് എന്താടി പ്രശ്നം എന്ന് ചോദിക്കുമ്പം അങ്ങനെ കണ്ണേട്ടൻ തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ, ഞാനും കൂടി തീരുമാനിക്കണ്ടേ. എന്തായാലും ഒരിക്കലും അത് നടക്കില്ല, കണ്ണേട്ടൻ്റെ ആത്മാവ് ഈ ലോകത്ത് തന്നെ കാണും, അതും നിങ്ങളുടെ പിന്നാലെ തന്നെ കാണും, പിന്നെ നിങ്ങളെയും കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് ആരെങ്കിലും അവരെയും ആ ആത്മാവ് വെറുതെ വിടാൻ പോകണില്ല എന്ന്. ആ സമയത്ത് പ്രതാപനാണെങ്കിൽ വിചാരിക്കുന്നുണ്ട്, ഇപ്പം ഞാനും വാമേട്ടനും കൂടി ഇത് ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കരുണമോളുടെ ജീവിതം അവതാളത്തിലാവും, അതുകൊണ്ട് ഇനി ഇവളോടധികം സംസാരിക്കാണ്ടിരിക്കണേ നല്ലതെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ മോഹിനിയോട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഈ വിഷുക്കോട് തരാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ വരെ വന്നേ, എന്തായാലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയല്ലോ, എനിക്ക് സന്തോഷമായി, ഞാൻ എന്തായാലും പോവാമെന്നും പറഞ്ഞ് ഈ മോഹിനിയോട് യാത്രയൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി പോകുന്നുണ്ട്. മഹാലക്ഷ്മി പോയി കഴിഞ്ഞതും ഈ കരുണയാണെങ്കിൽ മോഹിനിയോട് ചോദിക്കുന്നുണ്ട്, എന്നാലും അമ്മയുടെ മോൾക്കൊരു നാണം ഇല്ല അമ്മയെന്ന് ചോദിക്കുമ്പം എന്തിനാ എൻ്റെ മോൾ നാണിക്കണേ, അല്ല അവൾ ഒരുത്തൻ്റെ കുഞ്ഞിനെയും വയറ്റിലിട്ടുകൊണ്ട് നടന്നിട്ട് കണ്ണേട്ടൻ്റെ സ്വത്തും കൈകാര്യം ചെയ്യാൻ അവൾക്ക് നാണോ മാനമൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും നീ കൂടുതൽ സംസാരിക്കണ്ട, അത് ആരുടെ കുഞ്ഞാണെന്നും ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്നൊക്കെ എനിക്കറിയാമെന്ന്. അന്നേരം കരുണ ചോദിക്കുന്നുണ്ട്, അന്ന് അമ്മ പറ ആരാ ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ചോദിക്കുമ്പം അതൊക്കെ സമയമാകുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി, എന്തായാലും നിങ്ങളെ ആരെയും ഇപ്പം ഞങ്ങളത് അറിയിക്കാൻ തീരുമാനിച്ചിട്ടില്ല, സമയമാകുമ്പോൾ നിങ്ങളെല്ലാവരും അറിയും ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്ന്. അത് കേട്ടതും ഈ കരുണയ്ക്കൊക്കെ മാർക്കോയെ തന്നെയാണ് സംശയം തോന്നണത്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇതിൽ സംശയിക്കാനൊന്നുമില്ല, ആ മാർക്കോ തന്നെയായിരിക്കും അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പം അത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടിക്കോ, എനിക്കത് തിരുത്താനൊന്നും നേരമില്ല എന്നും പറഞ്ഞ് മോഹിനിയാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി തിരികെ വന്നതും ലേഖ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ പോയിട്ട് എന്തായി, അമ്മയ്ക്ക് എന്താ വിശേഷം, സുഖമല്ലേ എന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല ലേഹേ, എന്തായാലും ഞാൻ ചെന്ന സമയത്ത് കരുണ അവിടെ ഉണ്ടായിരുന്നു, അവൾ നിന്നെ കണ്ടിട്ടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം പിന്നെ പറയാതെ കണ്ണേട്ടനെ ചതിച്ച് ആ സ്വത്തൊക്കെ ഞാൻ കയ്യിലടക്കി വെച്ചേക്കുമെന്നും പറഞ്ഞ് അവൾ എന്നോട് ഒരുപാട് പറഞ്ഞു, പക്ഷെ ഞാനതിന് മറുപടി ഒന്നും പറയാൻ പോയില്ല, ഇപ്പം മറുപടി പറയാൻ പറ്റിയ സാഹചര്യം അല്ലല്ലോ, എന്തായാലും അവൾ അച്ഛനും മുത്തശ്ശിക്കുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് ചെന്നത്, അതും കണ്ണേട്ടൻ വാങ്ങിക്കൊടുത്തതാണെന്നും പറഞ്ഞ് എന്നെ പരിഹസിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ഈ ലേഖ ചോദിക്കുന്നുണ്ട്, അതെന്താ മഹിയുടെ അമ്മയ്ക്കുള്ളത് ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം ഇപ്പോൾ കണ്ണേട്ടനും ഞാനും പിരിഞ്ഞ് നിൽക്കാമെന്നുള്ള ഒരു വിശ്വാസത്തിൽ എല്ലാവരും ഇരിക്കണം, അതുകൊണ്ട് തന്നെ കണ്ണേട്ടൻ അമ്മയ്ക്കുള്ള ഡ്രസ്സൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ വാങ്ങിയുള്ളൂ എന്ന്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, അതേതായാലും നന്നായി, എന്തായാലും അവരൊക്കെ സന്തോഷിക്കാവുന്നതിൻ്റെ മാക്സിമം സന്തോഷിക്കട്ടെ, ആ സന്തോഷമൊക്കെ ഒരു ദിവസം കെട്ടടങ്ങുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗയും കരുണയും കൂടി വിഷുക്കണി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടനോട് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിരുന്നു, ഇതുവരെ ഉണ്ണിയേട്ടനെ കണ്ടില്ലല്ലോ അമ്മയെന്ന്. അന്നേരം ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട്, സമയമൊന്നും ആയില്ല മോളെ, കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് നമുക്കത് ഒരുക്കിയാലും മതി, എന്തായാലും ഉണ്ണി സാധനങ്ങളുമായിട്ട് വരട്ടെ എന്ന്. അങ്ങനെ ദുർഗയും കരുണയും കൂടി നിലവിളക്കും എല്ലാം എടുത്തിങ്ങനെ ക്ലീൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്.
കരുണ അന്നേരം പറയണമുണ്ട്, ഇതിനു മുമ്പ് മഹാലക്ഷ്മി അല്ലേ ഇവിടെ വിഷുക്കണി ഒരുക്കിക്കൊണ്ടിരുന്നത്, ഈ പ്രാവശ്യം കണ്ണേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ നമുക്ക് കണി ഒരുക്കണം, അവളുടെ കണീനേക്കാളും മികച്ച കണിയായിരിക്കണം നമ്മൾ ഒരുക്കണേന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ മോളെ നമ്മൾ ചെയ്യുള്ളൂ, കണ്ണൻ ഇനി ഒരിക്കലും അവളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്, അതുപോലത്തെ കണിയെ നമ്മൾ ഒരുക്കുള്ളൂ എന്ന്. ആ സമയത്താണ് ഉണ്ണി അങ്ങോട്ട് വരുന്നത്. ഉണ്ണീനെ കണ്ടതും കരുണ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു വിട്ട സാധനങ്ങളൊക്കെ എവിടെ, ഒന്നും കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും കൊണ്ടുവന്നില്ല, അതൊക്കെ കണ്ണേട്ടൻ കൊണ്ടുവന്നോളൂ എന്ന് പറയണു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെ ഒരു പിശുക്കനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, വിഷുവിന് തന്നെ കണ്ണേട്ടൻ എനിക്കെല്ലാം വാങ്ങി തന്നതുകൊണ്ട് ഇയാൾക്കൊരു 5 പൈസ ചിലവാക്കേണ്ട വന്നില്ല, എൻ്റെ അച്ഛനും മുത്തശ്ശിക്കുള്ള ഡ്രസ്സ് വരെയും കണ്ണേട്ടനെ വാങ്ങി തന്നത്, കണ്ണേട്ടൻ ഇങ്ങനെ വാരി കോരി തന്ന് നമ്മളെ സഹായിക്കുമ്പോഴും ഇയാൾ കണ്ണേട്ടനെ സംശയിച്ച് CID പണിയായിട്ട് നടക്കും അമ്മയെന്ന്. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താടാ ഉണ്ണി മോള് പറയണേ, നീ എന്തിനാ കണ്ണനെ സംശയിച്ചുകൊണ്ട് നടക്കണേന്ന് ചോദിക്കുമ്പം ഈ ഉണ്ണിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ സംശയിക്കുന്നതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ സംശയമൊക്കെ സത്യമായിരുന്നു എന്നുള്ളത് അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എന്തായാലും അത് വിഷു വിട്ടു പോവില്ല എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, കുറച്ച് ദിവസമായി വിഷു വിഷു എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ തുടങ്ങിയിട്ട്, എനിക്ക് തോന്നുന്ന സംശയം മൂത്ത് ഇയാളുടെ തലയിൽ 2-3 സ്ക്രൂ ഇളകിയിട്ടുണ്ടെന്നാ, ഈ വിഷു കഴിഞ്ഞിട്ട് എന്തായാലും ഇയാളെ ഒന്ന് ആസ്പത്രി കൊണ്ടുപോയി നോക്കണം അമ്മയെന്ന്. അത് കേട്ടതും ഉണ്ണിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കണ്ണനാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണൻ്റെ കയ്യിലാണെങ്കിൽ കവറുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടതും ഈ കരുണയാണെങ്കിൽ സന്തോഷത്തോടു കൂടി കണ്ണേട്ടം വന്നല്ലോ എന്നും പറഞ്ഞ് സന്തോഷത്തോടുകൂടി കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ ഒരു കവറ് കരുണയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ കവറിൽ എന്താണെന്ന് ചോദിക്കുമ്പം അത് നീ തുറന്ന് നോക്ക്, അപ്പം നിനക്ക് മനസ്സിലാവും എന്ന് പറയണം. അങ്ങനെ കരുണ കവറ് നോക്കിയതും കരുണയ്ക്ക് നല്ല അത്ഭുതം ആവുന്നുണ്ട്. കാരണം വിഷുവിന് ഒരുക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും തന്നെ കണ്ണൻ ആ കവറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടതും കരുണയാണി ഉണ്ണിയോട് പറയുന്നുണ്ട്, കണ്ടോ കണ്ണേട്ടൻ എൻ്റെ മനസ്സറിഞ്ഞ് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞു വിട്ടിട്ട് പോലും നിങ്ങളൊരു സാധനം വരെ വാങ്ങിക്കൊണ്ട് വന്നില്ല. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ തമ്മിൽ അതും പറഞ്ഞ് വഴക്കൊന്നും ഉണ്ടാക്കണ്ട, എന്തായാലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നല്ലോ, ഇനി നിങ്ങൾ കണി ഒരുക്കാൻ പോയിക്കോ, രാവിലെ കണി കാണേണ്ടതല്ലേ എന്ന്. അങ്ങനെ കണ്ണൻ റൂമിലേക്ക് പോയതും ഈ ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഉണ്ണി ഇങ്ങനെ, ഇപ്പോഴല്ലേ നിനക്ക് ജോലി ഇല്ലാതായേ, ഇതിനു മുമ്പ് ജോലി ചെയ്ത ശമ്പളമൊക്കെ നിൻ്റെ അക്കൗണ്ടിൽ കിടക്കണല്ലേ, എന്നിട്ടും നീ മോള് പറഞ്ഞ സാധനങ്ങളൊന്നും വാങ്ങി കൊണ്ടുവരാണ്ടിരുന്നത് എന്താ? സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഞാൻ വാങ്ങിക്കൊണ്ടുവന്നില്ലെങ്കിലും ഇവിടെ സാധനങ്ങളൊക്കെ കിട്ടിയില്ലേ, അതുപോലെ അമ്മ തൽക്കാലം പോയി കണി ഒരുക്കാൻ നോക്ക്, എന്തായാലും ഈ വിഷുവോടുകൂടി പലരുടെയും മുഖം മൂടി ഇവിടെ ഞാൻ വലിച്ചു കീറുന്നു. അത് കേട്ടതും കരുണ പറയുന്നുണ്ട്, കുറച്ച് ദിവസമായി ഇയാൾ മറ്റുള്ളവരുടെ രഹസ്യം കണ്ടുപിടിക്കാൻ നടക്കൽ തുടങ്ങിയിട്ട്, ഇനിയിപ്പോൾ വിഷുവിൻ്റെ അന്ന് ഇയാളുടെ മുഖം മൂടി ഞാൻ തന്നെ വലിച്ചു കീറേണ്ട വരുമെന്നാണ് തോന്നണേന്ന്. അത് കേട്ടതും ഉണ്ണിയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിക്ക് വിളിക്കുന്നുണ്ട്. മഹാലക്ഷ്മി ഫോൺ എടുത്തതും എന്താ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം താൻ വീട്ടിൽ പോയിട്ട് എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കണു. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് അപ്പം തന്നെ പോകുന്നു കണ്ണേട്ടാ, എന്തായാലും ഞാൻ ചെന്ന സമയത്ത് അവിടെ കരുണ ഉണ്ടായിരുന്നു, അവൾ അച്ഛനും മുത്തശ്ശിക്കുമൊക്കെ ഉള്ള ഡ്രസ്സുമായിട്ട് വന്നതാ, എന്നെ അവിടെ വെച്ച് അവൾ ഒരുപാട് പരിഹസിച്ചു എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, താൻ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട, അവളുടെ പരിഹാസം ഇനി അധിക ദിവസത്തേക്കൊന്നും ഉണ്ടാവില്ല, എന്തായാലും നമ്മൾ തമ്മിൽ പിരിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവൾക്കിപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹം, നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ടില്ല എന്ന് അറിയുമ്പോൾ തന്നെ അവൾ ഇവിടുന്ന് കിടക്കയും പൊക്കിക്കൊണ്ട് ഓടിക്കോളൂ എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതെന്തായാലും അത്രയേ ഉള്ളൂ, ഇപ്പം നമ്മൾ പിരിഞ്ഞ സന്തോഷത്തിലാണ് അവൾ ഉണ്ണിയുടെ ഒപ്പം വന്ന് താമസിക്കുന്നത് തന്നെ. പിന്നീട് കണ്ണേട്ടൻ വിഷുവായിട്ട് നാളെ ഇങ്ങോട്ട് വരില്ലേ എന്ന് ചോദിക്കുമ്പം താൻ എന്ത് ചോദ്യമാണോ ചോദിക്കണേ, വിഷുവായിട്ട് തൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണ്ടേ എനിക്ക്, അപ്പോൾ കണ്ണേട്ടൻ എങ്ങനെ അവിടെ നിന്ന് പോരുമെന്ന് ചോദിക്കുമ്പം അതിനെന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടെത്തണം, ഞാൻ അനന്തുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു മാർഗ്ഗം പ്ലാൻ ചെയ്യാൻ, എന്തായാലും ഞാൻ നാളെ വിഷുവായിട്ട് തൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് ഊണ് കഴിക്കുമെന്ന്. അത് കേട്ടതും മഹാലക്ഷ്മിയാണെങ്കിൽ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ലേഖ അങ്ങോട്ട് വരുന്നുണ്ട്. ലേഖ വന്നതും എന്താ മഹി കണ്ണേട്ടൻ വരില്ലേന്ന് ചോദിക്കുമ്പം കണ്ണേട്ടൻ വരാമെന്നാണ് പറഞ്ഞേക്കണേ, പിന്നെ അവിടെ എന്തെങ്കിലും തടസ്സം ഉണ്ടാവുമോ അറിയില്ല എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ഈ വാമദേവനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. വാമദേവൻ ഉണ്ണിയെ കണ്ടതും എന്തായാലും ഉണ്ണി നിൻ്റെ അന്വേഷണം എവിടം വരെ ആയി ചോദിക്കുമ്പം എൻ്റെ അന്വേഷണത്തിന് പുരോഗതി ഉണ്ട് അമ്മാവ, എന്തായാലും അവർ രണ്ടുപേരും ചേർന്ന് നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ആ കാര്യത്തിലൊരു സംശയമില്ല, എന്തായാലും വിഷുവിൻ്റെ അന്ന് ഞാൻ അവരുടെ എല്ലാ രഹസ്യങ്ങളും പൊളിക്കുമെന്ന്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്,
മഹാലക്ഷ്മിയും കണ്ണനും ഒരിക്കലും സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. അതിന് നമ്മൾ അനുവദിക്കരുത്. ഇനിയിപ്പോൾ അതിനുവേണ്ടി കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലണ്ട വന്നാൽ അതും നമ്മൾ ചെയ്യണം. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ അവരെ ജീവിച്ചിരിക്കാൻ അനുവദിക്കില്ല അമ്മാവ. എന്തായാലും ഇത്രയും ദിവസം അയാളും അവരും കൂടി നമ്മളെ മണ്ടന്മാരാക്കുമായിരുന്നു. ഇതിനു മുമ്പും പല പ്രാവശ്യം നമ്മൾ ഇതുപോലെ അവർ മണ്ടന്മാരാക്കിയതാണ്. എന്നിട്ടും നമ്മളവരെ കണ്ണുടച്ച് വിശ്വസിച്ചു. എന്തായാലും ആ അനന്തുവേട്ടനും ലേഹയും മഹാലക്ഷ്മിക്കും ഒപ്പം നിന്നപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം കണ്ണേട്ടനെ അത്രയധികം സ്നേഹിക്കുന്ന അനന്തുവേട്ടൻ കണ്ണേട്ടനെ ചതിച്ച മഹാലക്ഷ്മിയെ ഒരിക്കലും ചേർത്ത് നിർത്തൂല എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൂടുതലായിട്ട് ചിന്തിച്ചില്ല. അല്ലെങ്കിൽ ആദ്യം തന്നെ നമുക്കിതിൻ്റെ പുറകെ പോയായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ സത്യം എല്ലാവരെയും ബോധിപ്പിക്കാൻ പറ്റിയേനായിരുന്നു. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് നേരാടാ. കണ്ണൻ്റെ ഏത് ആപത്തിലും കണ്ണനെ സഹായിക്കാനായിട്ട് നിന്നവനായി ഈ അനന്തു. എന്നിട്ട് കണ്ണനെ ചതിച്ച ഭാര്യയെ സപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളത് സംശയിക്കേണ്ടതായിരുന്നു. എന്തോ ഒരു നാടകം ഇല്ലെങ്കിൽ പിന്നെ കണ്ണൻ്റെ അനുവാദമില്ലാതെ ഒരിക്കലും മഹാലക്ഷ്മിയെ അനന്തു സംരക്ഷിക്കില്ല. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അമ്മാവൻ ഇനി ഒരു ദിവസവും കൂടി വെയിറ്റ് ചെയ്താൽ മതി. വിഷുവിന് മുമ്പ് തന്നെയായിട്ട് ഞാൻ ഈ കള്ളങ്ങളെല്ലാം പൊളിച്ചെടുക്കും. പിന്നീട് അവർക്ക് നമ്മുടെ മുമ്പിൽ ഞെളിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. അത് കേട്ടതും വാമദേവനാണെങ്കിൽ മൊത്തത്തിൽ എല്ലാ രീതിയിലും ജയിച്ചു എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.